السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരു ഇസ്ലാമിക വിജ്ഞാനം അറിവ് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന ആമുഖമായി ഉണർത്തുകയാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ തന്നെ ഒരു ഉപശാഖയായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതു നിയമങ്ങൾ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന വിജ്ഞാന ശാഖയാണ്. അതിന്റെ ഏറ്റവും ആദ്യത്തെ പടികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചെറിയ ഗ്രന്ഥമാണ് നമ്മൾ ഇതിന് തിരഞ്ഞെടുത്തത്. 1-2 ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സുമാണ് നമുക്ക് ഒന്നുകൂടി പറയാനുള്ളത്. അത് നമ്മൾ മുമ്പ് റെക്കോർഡ് ഇല്ലാതെ എടുത്ത ക്ലാസ്സുകൾ. ചില ആളുകൾ ഇത് 2ാം വട്ടമായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഇൽമ എത്ര വട്ടം കേൾക്കുന്നു അത്ര തവണ മനസ്സിൽ ഉറക്കുന്നതാണ്. ഇൽമ പഠിക്കാനുള്ള മാർഗം നമ്മളൊരു വിഷയത്തിൽ ഒരു പുസ്തകം ഒരു 3 തവണയെങ്കിലും വായിക്കുക, ഒരു 5 തവണയെങ്കിലും വായിക്കുക എന്നൊക്കെ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒരു ഗ്രന്ഥം, അതേ വിഷയത്തിലെ അതേ ഗ്രന്ഥം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക. നമ്മുടെ ഉസ്താദ് സുഹൈബ് ഹസൻ മുബാറക്പൂരി ഉസ്താദ് പറയും, ഒരു വിഷയത്തിൽ ഒരു 5 കിതാബെങ്കിലും വായിക്കണം. അതല്ലെങ്കിൽ അതേ വിഷയത്തിൽ ഒരു കിതാബ് 5 തവണ വായിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആവർത്തിക്കുന്നതിനെ കൊണ്ട് നമ്മൾക്ക് തന്നെ കുറച്ചും കൂടിയും ഫായിദ കിട്ടുകയാണ് ചെയ്യുക. ഇൽമിന്റെ ആവർത്തനം നമ്മുടെ മനസ്സിന് ഈമാനിന് ബലം നൽകുന്നുള്ളതാണ്. എന്തായാലും ഞാൻ ചുരുക്കി കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തത് സൂചിപ്പിക്കുകയാണ്. അതില് 31-ാമത്തെയും 32-ാമത്തെയും ബൈത്തുകളാണ് നമ്മൾ എടുത്തത്. 31-ാമത്തെ ബൈത്ത് വമുത്ലിഫുൻ മുഅ്ദീഹി ലൈസ യദ്മനു ബഅദ الدفاعി ബില്ലതി ഹിയ അഹ്സനു വമുത്ലിഫു മുഅ്ദീഹി ലൈസ യദ്മനു. തന്നെ ആക്രമിക്കാൻ വരുന്ന, ഉപദ്രവിക്കാൻ വരുന്ന, ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ ഒരാൾ നശിപ്പിച്ചു കളഞ്ഞു. എപ്പോൾ? ബഅദ الدفاعി, അയാൾ പ്രതിരോധിച്ചതിന് ശേഷം, ബില്ലത്തി ഹി അഹ്സനു, ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചതിന് ശേഷം തന്നെ ആക്രമിക്കാൻ വന്നതിനെ, തനിക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വന്നതിനെ ഒരാൾ ആക്രമിച്ച് അതിനെ നശിപ്പിച്ചു കളഞ്ഞാൽ അയാൾക്ക് അതിന്റെ പേരിൽ ഉത്തരവാദിത്തമില്ല, അയാൾ ജാമ്യം ഏൽക്കേണ്ടതില്ല, അയാൾക്ക് ബാധ്യതയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളൊരു അയൽവാസിയുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു പോത്ത്, അതല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ നമ്മളെ കുത്താൻ വന്നാൽ നമ്മൾ അതിനെ നശിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ കൊന്നു കളഞ്ഞു, അത് മരിച്ചുപോയി. നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തതാണ്, കൊല്ലാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല. ആ സമയത്ത് നമ്മൾക്ക് അതിന്റെ ബാധ്യതയില്ല. കാരണം നമ്മളെ ഇങ്ങോട്ട് കൊല്ലാൻ വന്നപ്പോൾ നമ്മൾ തിരിച്ച് ചെയ്തതാണ്, പ്രതിരോധിച്ചതാണ്. അപ്പോൾ അതിന് ശിക്ഷയില്ല, അല്ലെങ്കിൽ കുറ്റമില്ല, വമാനും ഏൽക്കേണ്ടതില്ല, ജാമ്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ
പിന്നെ നിങ്ങളൊരാൾ ആക്രമിക്കാൻ വന്നാൽ തിരിച്ച് പ്രതിരോധം തീർക്കണം. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ അങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന രൂപത്തിൽ, അതായത് നമ്മുടെ വീട് ആക്രമിക്കാനൊക്കെ വന്നാൽ ഇങ്ങോട്ട് നന്നായി ആക്രമിച്ചാൽ പ്രതിരോധം തീർക്കണം. നമ്മളവിടെ മരിച്ചു വീണാൽ ഷഹീദാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇഹ്റാം കെട്ടിയ ഒരു വ്യക്തി ബലിമൃഗങ്ങളെ അറുക്കാൻ പാടില്ല, വേട്ടമൃഗങ്ങള് വേട്ടയാടാൻ പാടില്ല. ഇഹ്റാമിലുള്ള ആള്, മുഹ്രിമായ വ്യക്തി വേട്ടയാടാൻ പാടില്ല എന്നുള്ളതാണല്ലോ നിയമം. അങ്ങനൊരു മൃഗം വന്ന് ആക്രമിക്കാൻ വന്നു, അതിനെ കൊന്നുപോയാൽ അതിന് ഫിദിയ കൊടുക്കേണ്ടതില്ല. കാരണം ഇതൊക്കെ ഈ പ്രതിരോധത്തിന്റെ മാർഗത്തിൽ ചെയ്തതാണ് എന്നൊരു ഖായിദ അത് നമ്മൾ വിശദമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മൾ 32ാമത്തെ ഒരു ഖായിദ പറഞ്ഞിരുന്നു. അത് 32 തൊട്ട് 33, അതായത് ഇന്നെടുക്കാനുള്ളത് 34, അതേപോലെ തന്നെ 35, ഈ ഖായിദകളൊക്കെ 32 തൊട്ട് 35 വരെ ഭാഷാ നിയമങ്ങൾ കൂടി പരിഗണിച്ച് കർമ്മശാസ്ത്രത്തിൽ വരുന്ന ചില നിയമങ്ങളാണ്. അറബി ഭാഷ പഠിക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാകും. അല്ലാത്തവർ അറബി ഭാഷ പഠിച്ചുകൊണ്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാകുന്ന കുറച്ച് ഖായിദകളാണ്, പൊതുനിയമങ്ങളാണ് അതിലുള്ളത്. ഭാഷ കൂടി അറിയണം. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വഅൽ തുഫീദുൽ കുല്ല ഫിൽ ഉമൂമി ഫിൽ ജംഇ വൽ ഇഫ്റാദി കൽ ആലിമി. വഅൽ അലിഫ് ലാം അത് തുഫീദു ഉപകാരം ചെയ്യും, അൽ കുല്ല എല്ലാത്തിനെയും, ഫിൽ ഉമൂമി അത് പൊതുവായി തന്നെ, ഫിൽ ജംഇ അത് ജംആയി പറഞ്ഞാലും, വൽ ഇഫ്റാദി മുഫ്രദായി പറഞ്ഞാലും, അതായത് ബഹുവചനായി പറഞ്ഞാലും ഏകവചനായി പറഞ്ഞാലും, ഏതുപോലെ അൽ അലീം എന്ന് പറഞ്ഞതുപോലെ എന്നാണ് ബൈത്തിന്റെ അർത്ഥം. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലിഫ്ലാമിന് പല അർത്ഥങ്ങൾ ഉണ്ടാകാറുണ്ട്. അലിഫ്ലാമിന് ഇപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, അർറജുലു എന്ന് പറഞ്ഞാൽ ആ അലിഫ്ലാമിനെ കൊണ്ട് നമ്മൾ പല മാനകൾ അറബിയിൽ ഉദ്ദേശിക്കും. അതിലൊരു മാനയാണ് ഇസ്തിഗ്റാഖ് എന്ന് പറയും. അതായത് ആ നമ്മള് അലിഫ്ലാമിന് ശേഷം പറഞ്ഞ പദം അതിലെന്തൊക്കെ ഉദ്ദേശിക്കാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളുന്ന അലിഫ്ലാം എന്നാണ് പറയാം. അൽഹംദു എന്ന് നമ്മൾ പറയാറുണ്ട്. സർവസ്തുതികളും എന്നാണ് നമ്മൾ അതിന് അർത്ഥം വെക്കല്. ഹന്ദു എന്ന് പറഞ്ഞാൽ സ്തുതി എന്ന് അർത്ഥമാണ്. അൽഹംദു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സർവസ്തുതി എന്ന് അർത്ഥം വന്നത്? അത് ഈ അലിഫ്ലാമിന്റെ പ്രത്യേകതയാണ്. അൽഹംദു എന്ന് പറയുമ്പോൾ സർവസ്തുതി എന്ന് അർത്ഥം കിട്ടാൻ കാരണം അലിഫ്ലാമാണ്. അതേപോലെ തന്നെ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അസർ നേരം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലഫി ഖുസ്രിൻ, അയാൾ നഷ്ടത്തിലാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനാണ് നഷ്ടത്തിൽ? എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്നവരൊക്കെ നഷ്ടത്തിലാണ്. ഞാനും നിങ്ങളൊക്കെ ആ പദത്തിൽ പെട്ടു, അലിഫ്ലാം കൊണ്ട് പെട്ടു, എല്ലാവരും പെട്ടു. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് ആ അലിഫ്ലാം കൊണ്ട് മാത്രം കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഇല്ലല്ലദീന ആമനു എന്ന് പറയുന്നത്, വിശ്വസിച്ചവരൊഴികെ. ഇപ്പൊ വിശ്വസിച്ചവർ എന്ന് പറയണമെങ്കിൽ ഈ ഇൻസാൻ, മനുഷ്യൻ എന്നുള്ള പദത്തിൽ ഒരാളെ മാത്രം ഉദ്ദേശിച്ചാൽ പോരല്ലോ, കുറെ ആളുകൾ ഉദ്ദേശിക്കണമല്ലോ. അപ്പൊ അലിഫ്ലാം കൊണ്ട് ആ ഇൻസാൻ എന്ന് പറയാൻ പറ്റുന്നവരെ മുഴുവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള പിന്നെ ഉമൂമ് എന്ന് അതിന് പറയാം. ഉമൂമ് എന്ന് പറഞ്ഞാല് ആ പദം പറയാൻ പറ്റുന്ന എല്ലാ ആളുകൾക്കും ആ ഹുക്കം ബാധകമാണ്. ഇപ്പൊ ഖുറാനില് വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ, മോഷ്ടിച്ചവൻ മോഷ്ടിച്ചവൾ അവരുടെ കൈ മുറിക്കണം എന്ന് കാണാം. അപ്പോ ആ ഏത് മോഷ്ടിച്ചവൻ, എന്ത് മോഷ്ടിച്ചവൻ ഇല്ല, മോഷണം എന്ന് ദീനിൽ ഹുക്കം കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ ആ അലിഫ്ലാം കൊണ്ട് തന്നെ ആ അർത്ഥം കിട്ടുന്നതാണ് നമ്മൾ പഠിച്ചത്. വഹുവ സമീഉൽ അലീം, അല്ലാഹു അസ്സമീഅ് ആണ്, അൽ അലീമാണ് എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുകയും എല്ലാം കാണുകയും ചെയ്യും. അതെവിടെ നിന്ന് കിട്ടിയത്? അലിഫ്ലാമിൽ നിന്ന് തന്നെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അത് അറബി ഭാഷയുടെ തന്നെ
ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുക. മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ എന്നുള്ളിടത്ത് നിങ്ങൾ മഅറൂഫ് കൊണ്ട് കൽപ്പിക്കുക. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്ത് പെടും? മഅറൂഫ് അൽ മഅറൂഫ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും അതിൽ പെട്ടു. അൽ മുൻകർ എന്ന് പറയുമ്പോൾ മുൻകറായി എണ്ണാൻ വരുന്ന എല്ലാം അതിൽ പെട്ടു എന്ന് നമ്മൾ കാണാം. ഇനി അലിഫ്ലാം ഒരു അറബിയിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നീ വേർതിരിവുകൾ കാണാൻ പറ്റും. ഇപ്പോ റജുലുൻ ഒരു പുരുഷൻ, റജുലാനി രണ്ട് പുരുഷന്മാർ, റിജാലുൻ പുരുഷന്മാർ, ജംഅ് എന്ന് കാണാൻ പറ്റും. ബഹുവചനം, ദ്വിവചനം, ഏകവചനം. ഇനി ബഹുവചനത്തിന്റെ കൂടെ അലിഫ്ലാം വന്നാലും എല്ലാം എന്നുള്ള അർത്ഥം കിട്ടും. ഉദാഹരണത്തിന് വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും, നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ കുട്ടികൾ, തുഫ്ല് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രായപൂർത്തി എത്തിയാൽ ഫല്യസ്തഅ്ദീനു, അവർ അനുവാദം ചോദിക്കട്ടെ എന്നാണ് ആയത്തുള്ളത്. സൂറത്ത് നൂറിലെ ആയത്താണ്. അപ്പൊ അത്ഫാൽ എന്നുള്ളത് ബഹുവചനാണ്. കുട്ടികൾ എന്നുള്ള എല്ലാ കുട്ടികളും, തുഫ്ൽ എന്ന് പറയാൻ പറ്റുന്നവരൊക്കെ അതിൽ പിന്നെ പ്രായപൂർത്തിയായാൽ അത് പെട്ടു. ഇപ്പൊ ബഹുവചനമാണെന്നോ ഏകവചനാണെന്നോ വ്യത്യാസമല്ല, അലിഫ്ലാം ചേർന്നാ മതി. ഇപ്പൊ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം ഔലിയാക്കളാണ്, പരസ്പരം സഹകരിക്കേണ്ടവരാണ്, പരസ്പരം പിന്നെ വലിയങ്ങളാണ്, അടുത്തവരാണ് എന്ന് ഖുർആനിൽ കാണാം. അപ്പൊ എല്ലാ വിശ്വാസികളും എല്ലാ വിശ്വാസിനികളും ആ അലിഫ്ലാം കൊണ്ട് പെട്ടു എന്നാണ്. അതാണ് അൽ എന്നുള്ളത് ഉമൂമിനെ അറിയിക്കുന്നു, എല്ലാം പെടും. അൽ എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ പറയുന്നത്, അതിന്റെ അർത്ഥതലങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളും. അല്ലെങ്കിൽ അത് ഏതൊക്കെ വ്യക്തികൾക്ക് ബാധകമാണോ ആ വ്യക്തികളെല്ലാം അതിൽ ഉൾപ്പെടുക തന്നെ ചെയ്യുന്നതാണ് കാണുന്നത്. വഅൽ തുഫീദുൽ കുല്ല ഫിൽ ഉമൂമി ഫിൽ ജംഇ വൽ ഇഫ്റാദി കൽ അലീമി, അതാണ് ആ ഒരു ബൈത്തിന്റെയും ഉദ്ദേശം. ഇനി നമ്മൾ ഇന്നത്തെ ബൈത്താണ് എടുക്കാനുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചത് ഈ ഉമൂമിന്റെ വാക്ക് തന്നെയാണ്. അലിഫ്ലാം മാത്രല്ല ഈ അർത്ഥത്തെ തരിക. ഇനി ശ്രദ്ധിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഉറക്കം വരുന്നവരൊക്കെ, ഉറക്കം എടുത്തുകൂടി പോണോല്, ഉറങ്ങ വന്നവരൊക്കെ ഇനി നോക്കി ഇൻഷാ അല്ലാഹ്. വന്നകിറാതു ഫീ സിയാഖിൻ നഫി തുഅത്തിൽ ഉമൂമ ഔ സിയാഖിൻ നഹി. വന്നകിറാതു നകിറകൾ ഫീ സിയാഖിൻ നഫി, നഫീന്റെ സന്ദർഭത്തിൽ വന്നാൽ തുഅത്തിൽ ഉമൂമ, അത് ഈ പറയപ്പെട്ട ഉമൂം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അലിഫ്ലാം അർത്ഥം തന്നില്ലേ, ആ ഉമൂമിനെ, ആ പൊതുവായ അർത്ഥത്തെ തരും. ഔ സിയാഖിൻ നഹി, അല്ലെങ്കിൽ നഹീന്റെ സന്ദർഭത്തിൽ വന്നാൽ എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ അറിയണം? നക്കിറ എന്താന്ന് അറിയണം, നഫി എന്താന്ന് അറിയണം, നഹി എന്താന്നൊക്കെ അറിയണം. അപ്പൊ അതില് നക്കിറ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റജുലു എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് അർത്ഥം. അത് ഏത് പുരുഷനും ആവാലോ, ഏത് പുരുഷനും ആവാം. അതേപോലെ തന്നെ വലത് എന്ന് പറഞ്ഞാല് കുട്ടി എന്നാണ്, അത് ഏത് കുട്ടിയാകാം, ഏത് കുട്ടിയാകാം. അതേപോലെ തന്നെ കുർസി എന്ന് പറഞ്ഞാൽ കസാര എന്നാണ്, ഇത് ഏത് കസാരയാകാം, നമുക്ക് അറിയണ പിന്നെ ഏത് കമ്പനിയാകാം, ഏത് കസാരയാകാം. അതേപോലെ തന്നെ പിന്നെ ഉസ്താദ് എന്ന് പറഞ്ഞ ഉസ്താദാണ്, ഏത് ഉസ്താദും ആകാം. ഇങ്ങനെയുള്ള പദങ്ങൾക്കാണ് നക്കിറ എന്ന് പറയാം. ഇങ്ങനെയുള്ള പദങ്ങൾക്കാണ് എന്താ പറയാ, നക്കിറ എന്ന് പറയാം. ഇനി നമുക്ക് അറിയണതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അലിഫ്ലാം ഇടും. ഇപ്പൊ ജാ റജുലുൻ, ഞാൻ അറബിയിൽ ഒരു പദം, ഒരാൾ വന്നു, ജാ റജുലുൻ, ഏതോ ഒരാൾ വന്നു. പിന്നെ നമ്മൾ ഇനി പറയുമ്പോ നമ്മൾ അലിഫ്ലാം ഇട്ടാണ് പറയാം. ഇനി പറയുമ്പോ ജാ റജുലുൻ കഴിഞ്ഞ് നമ്മൾ പറയുമ്പോ ഇൻദർ റജുലി, അയാളെടുത്ത് എന്തുണ്ട്, പിന്നെ ഫുലൂസൻ, പണുണ്ട് എന്ന് നമ്മൾ പറയാണ്. അപ്പൊ നമുക്ക് ആദ്യ ആള് വരുമ്പോ അറിയില്ല, പിന്നെ നമുക്ക് അറിയാം ഇപ്പൊ മുകളിൽ പറഞ്ഞ റജുലാന്ന് അറിയാം. അതുകൊണ്ടാണ് അർറജുൽ ഇടുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് അറിയാത്തതെന്ന് അർത്ഥം വെക്കാൻ നക്കിറക്ക് പിന്നെ അറിയുന്നതിന് മാരിഫ എന്നാണ് അറബിയിൽ പറയാം. ഇങ്ങനെ അറബിയിൽ ഒരു ടെർമിനോളജി ഉണ്ട്, നക്കിറ മാരിഫ, നക്കിറ മാരിഫ. അപ്പൊ ഈ നക്കിറകൾ, ഈ രൂപത്തിലുള്ള നക്കിറകൾ നഫി, നഹി എന്നീ സന്ദർഭങ്ങൾ. നഫി വന്നാൽ എന്താ പറയാ, നഫി എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇല്ല, അല്ല
നമ്മള് നെഗറ്റീവായി പറയല്ലേ, അതിനാണ് നഫി എന്ന് പറയാം. നിഷേധാത്മകമായി പറയാം, നിഷേധിച്ച് പറയാം. നഹി എന്ന് പറഞ്ഞാല് നമ്മള് അരുത് എന്ന് പറയാം, ചെയ്യരുത് എന്ന് പറയാം. നഫി എന്ന് പറഞ്ഞാൽ നമ്മൾ നിഷേധിക്കുക, ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ പിന്നെ ചെയ്യൂല. ഇതൊക്കെ എന്താണ്? നഫിയാണ്. ചെയ്യരുത് എന്ന് പറയൽ എന്താണ്? നഹിയാണ്. ഇത് ഭാഷയിലുള്ളതാണ് നഫിയും നഹിയും. അപ്പൊ ഈ നഫീന്റെ സ്ഥലത്തോ നഹീന്റെ സ്ഥലത്തോ ഒരു നക്കിറ വന്ന് പെട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെന്തർത്ഥം കിട്ടും? ആ നെക്കിറ എല്ലാവർക്കും ബാധകമാണ്. അല്ലെങ്കിൽ ആ നെക്കിറ നമ്മൾ പറഞ്ഞ പിന്നെ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാ ജാഅനി റജുലുൻ, ഉദാഹരണം പറഞ്ഞാലാണ് വ്യക്തം. മാ ജാഅനി റജുലുൻ, എന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ടില്ല എന്നാണ് അർത്ഥം വെക്കുക. അത് ഒരാളും വന്നിട്ടില്ല എന്ന് അർത്ഥം വെക്കുക. ഒരാളും വന്നിട്ടില്ല എന്ന് അർത്ഥം വെക്കണം. കാരണം അവിടെ മാ ജാ വന്നിട്ടില്ല എന്നത് അത് നഫിയാണ്. അവിടെ നമ്മൾ റജുല് പറഞ്ഞു. അപ്പൊ റജുൽ എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കണം, റജുൽ എന്ന് പറഞ്ഞ ഉസ്താദ് പുരുഷൻ എന്നല്ല അർത്ഥമുള്ളൂ, ഒരു പുരുഷൻ എന്നല്ല അതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ മാ ജാനി റജുൽ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് ഒരു പുരുഷൻ വന്നിട്ടില്ല എന്നല്ലേ കിട്ടുള്ളൂ? അല്ല, മാ ജാനി റജുൽ എന്ന് പറഞ്ഞാൽ അറബിൽ എന്തർത്ഥം കിട്ടും? എന്റെ അടുത്തേക്ക് ഒരു പുരുഷനും വന്നിട്ടില്ല എന്ന് അർത്ഥം കിട്ടും. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ ഉണ്ടല്ലോ, ലാ ഇലാഹ, ഇലാഹില്ല. ഇലാഹ് പറഞ്ഞ ഒരു ആരാധ്യം അർത്ഥമുള്ളൂ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യം അർത്ഥമുള്ളൂ. അപ്പൊ ഇലാഹില്ല, ആരാധ്യനില്ല, അല്ലാതെ എന്ന് പറയുമ്പോ ഒരു ആരാധ്യനും ഇല്ല എന്ന് പറഞ്ഞ കിട്ടി. അത് ലാ എന്ന് പറയുന്ന നഫിയാണ്. അതിന്റെ കൂടെ ഇലാഹ് എന്ന് പറഞ്ഞ നക്കിറ വന്നു. അപ്പോ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. വേറെ അതിൽ നഫി ഉണ്ട്, അല്ലെങ്കിൽ നഫികൾ അതിലുണ്ട്. ഇനി വേറൊരു ഉദാഹരണം, വലാ യദ്ലിമു റബ്ബുക, നിന്റെ രക്ഷിതാവ് അനീതി കാണിക്കുകയില്ല. അഹദൻ, ഒരാളോട് അതോ ഒരാളോടുന്നാണ്. കാരണം എന്താണ്? അഹദ് എന്ന് പറഞ്ഞാൽ ഒരാളെന്ന് അർത്ഥമുള്ളൂ, അത് ശരിയാണ്. പക്ഷെ അഹദ് എന്ന് പറയുന്നത് നെക്കിറാണ്, ഏതാളോ ആവാലോ. ഈ നെക്കിർ എവിടെ വന്നു? നഫീന്റെ സ്ഥലത്ത് വന്നു. അക്രമം കാണിക്കുന്നില്ല നഫീന്റെ സ്ഥലത്ത് വന്നാൽ ഒരാളോടും അർത്ഥം കിട്ടും. അപ്പൊ നമ്മൾ വെക്കുമ്പോ അങ്ങനത്തെ അർത്ഥം വെക്കില്ല. അത് എവിടുന്ന് വന്നു എന്നാണ് ഈ പറഞ്ഞത്. നമ്മൾ വെക്കുമ്പോ ഒരാളോട് അക്രമിക്കൂല തന്നെയാണ് അർത്ഥം വെക്കല്. അതിന് കാരണമാണ് ഈ പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരാൾക്ക് ചോദിക്കുവാണെങ്കിൽ കാരണം ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, യദ്ലിമു എന്ന് പറഞ്ഞാൽ അനീതി കാണിക്കൂല, അക്രമം കാണിക്കൂല. റബ്ബുക എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. അഹദൻ, ഒരാളോട്. അത് ഏതാള് ചോദിക്കാലോ ഒരാൾക്ക്, അതേതാള് എന്ന് ചോദിക്കാലോ. അങ്ങനെയല്ല, ഒരാളോടും അള്ളാഹു അക്രമം കാണിക്കൂല എന്ന അറബി ഭാഷയിൽ തന്നെ കിട്ടും എന്ന് നമ്മള് മനസ്സിലാക്കാം. ഇനി നഹീന് ഉദാഹരണം ഇപ്പൊ ഖുറാനിലുണ്ട്, ലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹിന്റെ കൂടെ ആരോടും എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്, ഇബാദത്ത് എടുക്കരുത്. അപ്പൊ ഒരാൾ ചോദിക്കണം, ലാ ചെയ്യരുത് എന്നാണ്, നഹീന്റെ ലാ ആണ്. തദ്ഉ, നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ലാ തദ്ഉ അള്ളാഹിന്റെ കൂടെ, അഹദൻ ഒരാളോട് പ്രാർത്ഥിക്കുക. അത് ഏതാള്? ബാക്കി ഇപ്പൊ രണ്ടാളോട് പ്രാർത്ഥിക്കുന്നല്ല, അങ്ങനെ അർത്ഥം കിട്ടൂല. എന്താ അർത്ഥം? ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്നർത്ഥം കിട്ടും. അത് ഈ നഹിയിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് നമ്മള് മനസ്സിലാക്കുക. പിന്നെ ഒരു ഭർത്താവ് ഭാര്യനോട് പറഞ്ഞു, ലാ തതകല്ലമി റജുലൻ, പെണ്ണെ ഈ ഒരു പുരുഷനോട് എന്ത് ചെയ്യരുത്? സംസാരിക്കരുത് ഭർത്താവ് പറഞ്ഞു ഇരിക്കട്ടെ. അപ്പൊ റജുൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ എന്നാണുള്ള അർത്ഥം. ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഹിയാണ്, ചെയ്യരുതെന്നാണ്. അപ്പോ നെഹീന്റെ അവിടെ നെക്കി വന്ന എന്തായി? ഒരാളോട് നടത്തം കിട്ടി. അപ്പൊ ആ പെണ്ണ് എന്താക്കാൻ പാടില്ല? ഭർത്താവിനനുസരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പുരുഷനോടും സംസാരിക്കുക. ആ റജുൽ എല്ലാരും പെട്ട. നേരെ മറിച്ച് ലാ തതകല്ലമി അർറജുല, ഇന്നാളോട് സംസാരിക്കരുത് എന്നാവുമ്പോ അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മള് അറിയണ ഒരാളെ പറ്റി അർറജുല പറയുന്നത്. ആ സ്പെസിഫിക് ആയ ആളോട് സംസാരിക്കരുത് പറഞ്ഞാല് ആ പെണ്ണ ആളോട് മാത്രം സംസാരിക്കാതിരുന്നാ മതി, ആളോട് മാത്രം സംസാരിക്കാതിരുന്നാ മതി. പക്ഷെ ലാ തതകല്ലമി റജുലൻ എന്ന് പറയുമ്പോ എന്തായി?
നക്കിറ വന്നു, നഹീന്റെ സിയാഖിലാണ് വന്നത്. ഭർത്താവ് സന്ദർഭത്തിന് മനസ്സിലാക്കാന്നുള്ളതാണ്. അല്ല, അതും ഭാഷയാണെന്നാണ്. ഭർത്താവും പുരുഷന്മാരുടെ കൂട്ടത്തിൽ പെട്ട, നല്ല ചോദ്യമാണ്. ഭർത്താവും പുരുഷന്മാരുടെ കൂട്ടത്തിൽ പെട്ടല്ലോ. അപ്പൊ അത് ഈ പറയുന്ന ആള് ഒഴിവാണെന്ന ചർച്ച ഉണ്ട്. അത് ആ സന്ദർഭം മനസ്സിലാക്കാന്നല്ലാതെ. ബാറക്കല്ലാഹു ഫീക്ക്. മാഷാ അല്ലാഹ്. പിന്നെ ഒരു ഭർത്താവ് പറഞ്ഞു, ഇത് പിന്നെ ഫിഖയിൽ ഇങ്ങനെ ഈ ഉദാഹരണങ്ങൾ ഭർത്താവും ഭാര്യയും വെച്ചുള്ള ഉദാഹരണങ്ങൾ അധികം ആയതുകൊണ്ട് ഒരു ഭർത്താവ് പറഞ്ഞു, അയ്യുമാ സൗജത്തി മിൻ സൗജാത്തി ഖറജത് ഫഹിയ ത്വാലിഖ. എന്റെ ഭാര്യമാരിൽ ഏത് ഭാര്യ പുറത്തേക്ക് പോയാലും അവള് ത്വാലിഖാണ് എന്ന് പറഞ്ഞു വിട്ട എന്ന് പറഞ്ഞാൽ അവള് തലാഖായി എന്നൊരാള് പറഞ്ഞു വെക്ക, പറഞ്ഞു കൂട്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ ഏത് ഭാര്യ പുറത്തേക്ക് പോയാലും എന്താവും? കാരണം സൗജത്തിന് നെക്കറായിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ഒരു ഷർത്തായിട്ടാണ് പറഞ്ഞത്, നിബന്ധനയൊക്കെ ഈ നഹി നഫിന്റെ കോലത്തില് വരാം. അതേപോലെ നിബന്ധന മാത്രമല്ല, ഇസ്തിഫാമും ഇപ്പൊ ചോദ്യം ചെയ്യലൊക്കെ നഫി നഹിന്റെ കോലത്തിലാണ് വരിക. ഉദാഹരണത്തിന് ആ ഇലാഹും അള്ളാഹും കൂടെ വേറെ ഏതെങ്കിലും ഇലാഹ് ഉണ്ടോന്ന് കിട്ടും. ഒരു ഇലാഹ് ഉണ്ടോന്നല്ല, ഒരു ഇലാഹു ഇല്ല എന്നുള്ളതാണ്. അതൊരു നഫീനെ പോലെ തന്നെ ആണ്. നഫീന്റെ സഹോദരങ്ങളാണ് ഇസ്തിഫാമും ഷർത്തും ഒക്കെ. അപ്പൊ ഇത് കൂടുതൽ ഭാഷാപരമായ ചർച്ചയാണ്. കൂടുതൽ രസം കിട്ടുക, കുറച്ചുകൂടി നിങ്ങൾക്ക് രസം കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മൾ കുറച്ചും കൂടി അറബി ഭാഷയിൽ നമ്മൾ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ. അറബി ഭാഷ ഏറ്റവും എളുപ്പമാണ്. കുറെ ആളുകൾ ഇത് പ്രയാസമാണ്. അറബി ഭാഷ ഏറ്റവും എളുപ്പമുള്ള ഭാഷയാണ്, പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആൻ അറബിയിൽ നമുക്ക് തന്നത്. ഭയങ്കര എളുപ്പമാണ് അറബി ഭാഷ. പിന്നെ അപ്പൊ അറബി ഭാഷയിൽ ഇങ്ങനെ ചെറിയ ചെറിയ അർത്ഥതലങ്ങളൊക്കെ അതിൽ വ്യത്യാസപ്പെടും. മാത്രമല്ല ഇതൊക്കെ ഫിഖിനെയും ബാധിക്കും. കാരണം പദങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണല്ലോ. അറബി പറയുമ്പോൾ അതൊക്കെ നോക്കണം, ഫിഖ് അതൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. ഇനിയുണ്ട് നഫി നഹീന അമൂമിനെ കുറിക്കുന്ന പദങ്ങൾ. നമ്മൾ ഒന്ന് പറഞ്ഞത് അലിഫ്ലാമാണ്, ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാം. പിന്നെ പറഞ്ഞത് നഹീന്റെയോ നഫീന്റെയോ സ്ഥലത്ത് എന്ത് വരിക? നക്കിറ വരിക. ഇനിയുണ്ട്, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ നിന്നുള്ള അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. നമ്മളെ അറിവ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമുക്ക് വിനയം തരട്ടെ. കിബർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കട്ടെ. തൗഹീദുള്ളവരായി ഇഖ്ലാസ് ഉള്ളവരായി മരിക്കുന്നത് വരെ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹദാ വല്ലാഹു അലം വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിറിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് فاستغفروه انه الغفور الرحيم انه هو الغفور الرحيم وصلى الله وسلم وبارك على نبينا حبيبنا محمد سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله وبركاته.